സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കാൻ പോകുന്നത് വൊക്കാബുലറിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇഡിയംസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഡിയംസ്. പരീക്ഷയിൽ പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഡിയംസ്. അപ്പോൾ എന്താണ് ഈ ഇഡിയംസ്? അതാദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. മലയാളത്തിൽ നമ്മൾ ശൈലികളെന്ന് പറയാറുണ്ട്, ഇല്ലേ? നമ്മൾ ഒരു രീതിക്ക് പറയുന്നു, അതിൻ്റെ മീനിങ് വേറൊരു രീതി ആയിരിക്കും. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, കുരയ്ക്കും പട്ടി കടിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മലയാളത്തിൽ ചൊല്ലാണത്. എന്തെന്ന് പറയുന്നു? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ അർത്ഥം? എന്ന് പറഞ്ഞാൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണോ? അല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? മിണ്ടാതെ നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അത്ര ഉപദ്രവകാരികളൊന്നും അല്ല എന്നൊക്കെ പറയില്ലേ? അവരുടെ ഉള്ളിലൊന്നും കാണില്ല. ഇനി മിണ്ടാപ്പൂച്ച കലോടച്ചു എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ വളവളാ സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മിണ്ടാതെ അമിങ്ങയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ്. ഒന്നും പാവം പോലെ ഇരിക്കുന്ന ആൾക്കാരെയാണ് പേടിക്കേണ്ടത് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇത്തരത്തിലുള്ള ഈ വാക്കിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്, ശൈലികൾ. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ എഴുതണം, ഇല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ ധാരാളം വരുന്നതാണ് ഇഡിയംസ്. ഇനി അതേപോലെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ എന്താണ് ഈ ഫോറിൻ വേർഡും ഇഡിയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഡിയംസ് പൊതുവെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്ന ശൈലികൾ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഇംഗ്ലീഷ് വെർഷൻസ് ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്. എന്നാൽ ഫോറിൻ വേർഡ് എന്ന് പറഞ്ഞാൽ വിദേശികൾ ഉപയോഗിക്കുന്ന, നമ്മൾ പറയുന്ന പോലെയുള്ള ശൈലികൾക്ക് പറയുന്ന പേരാണ് യൂസേജുകൾ. ശൈലികൾക്ക് പറയുന്ന പേരാണ് ഫോറിൻ വേർഡ്സ്. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് മിണ്ടാപ്പൂച്ച കലോടച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ രീതിക്കുള്ള വാക്കുകൾ വെച്ചിട്ടുള്ള യൂസേജ് ആണ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഡിയംസും അവർ പറയുമ്പം അത് ശൈലി അല്ലെങ്കിൽ ഫോറിൻ വേർഡ്സ് ആയിട്ട് മാറുന്നു. ഇനി നോക്കി, നമ്മൾ ഇഡിയംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇഡിയംസ് പഠിക്കാൻ വേറെ കോഡോ കാര്യങ്ങളൊന്നുമില്ല. ഓരോന്നും കണക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഇഡിയംസിൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടണം. റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ കണ്ടതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതിലൂടെ നമ്മൾ പഠിച്ചു വരണം, മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അത് കണക്ട് ചെയ്ത് നിങ്ങൾ ആ കണക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടപ്പെടാ ഇഡിയംസ് എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിന്ന് പഠിക്കുന്നത് കാറ്റഗറി ചെയ്താണ് ഇഡിയംസ് പഠിക്കുന്നത്. എല്ലാം പഠിക്കുന്നതിന് ഓരോ ഓർഡറാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഓർഡറാക്കി പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഓർഡർ ഇല്ലാതെ പഠിക്കുമ്പോഴാണ് എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എന്തൊക്കെയാണ് ഓർമ്മയിലുള്ളത് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരു 20 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം 20 പോയിൻ്റേ ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ 20 പോയിന്റ് നമ്മൾ പഠിച്ചു, പോയിന്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ നാളെ ഒരു കാലത്ത് ആ ടോപ്പിക്ക് എടുക്കുമ്പം അതിനകത്ത് 20 പോയിന്റ് ഉണ്ടെന്ന് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരും. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ ഇതാണ്, ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. 18ാമത്തെ പോയിന്റ് നമ്മൾ മറന്നുപോയി. 19 അറിയാം, 20 അറിയാം. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ മിസ്സായി. പെട്ടെന്ന് നമുക്ക് ഒന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് പോയാൽ നമുക്കത് കിട്ടും. ഇങ്ങനെ ഒരെണ്ണം മറന്നുപോയാൽ നമുക്ക് ഓർമ്മയിലെങ്കിലും വരും. മറ്റേത് ഓർഡർ ഇല്ലാതെ എവിടെ നിന്നെങ്കിലും വാലാകോല പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലും നമ്മളെ മെമ്മറിയിൽ നിൽക്കാതെ. ഇത് നമ്മൾ പഠിക്കുന്നത് കാറ്റഗറി ചെയ്താണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തവും ഇഡിയവും നമ്മൾ പഠിക്കും. അതിനകത്ത് എല്ലാ ഇഡിയവും നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പഠിക്കും. ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബേസ്ഡ് ഇഡിയംസ് ആണ്. ഇപ്പോൾ പഠിക്കുക, 20 ഇഡിയമേ ഉള്ളൂ. പെട്ടെന്ന് എന്നോടൊപ്പം പഠിച്ചു വരിക. ഒന്നാമത് നോക്കിയേ, ആപ്പിൾ ഓഫ് വൺ സൈ. ഒന്നാമത് ഇഡിയ ഏതാണ് കുട്ടികളെ? ആപ്പിൾ ഓഫ് വൺ സൈ. ഇപ്പം ഞാൻ ഓരോ ഇഡിയവും എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയും. മീനിങ് കാണിക്കില്ല, മീനിങ് ഞാൻ പറയും. അത് നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 10 ഇഡിയം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. ആ 10 ഇഡിയത്തിൻ്റെയും കാര്യം പറഞ്ഞ് അതിൻ്റെ മീനിങ് പറയും. അത് നിങ്ങൾ എന്നോടൊപ്പം പറയണം. കാണാതെ തന്നെ പറയണം, മനസ്സിലാക്കി പറയണം. എന്നിട്ട് അത് നമ്മൾ വിസിബിൾ ആവും. നിങ്ങൾക്കത് കാണുന്ന രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ പറയാറില്ല പിള്ളേരെ, ആപ്പിൾ ഓഫ് വൺ സൈ എന്താണ്? നമ്മളൊരു ചൊല്ലുണ്ട്, കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും കുട്ടികളെ, കണ്ണിലുണ്ണി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആൾക്കാർ കാണും, ഇല്ലേ? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കണ്ണിലുണ്ണിയുണ്ട്. ചിലവർക്ക് ആരായിരിക്കും? കുഞ്ഞുങ്ങളായിരിക്കും കണ്ണിലുണ്ണി. ചിലവർക്ക് ആരായിരിക്കും? ഹസ്ബൻഡ് ആയിരിക്കും കണ്ണിലുണ്ണി. ചിലവർക്ക് ആരായിരിക്കും? വൈഫായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. വളരെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ണിലുണ്ണിയായിട്ട് പറയുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ കണ്ണിലെ കരടായിട്ട് മാറും, ഇല്ലേ?
കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും കുണ്ടണി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നോടെ, കുരുത്തക്കേട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നോടെ, തലവേദന കേസാക്കി വരും ഇല്ലേ? ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ. നോക്കിയിരുന്നേ, ഇപ്പൊ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പറയാറുണ്ടോ? എല്ലാവരെയും പറയാറുണ്ട്. ഈ ലോകത്തുള്ള കാണുന്നവരെല്ലാവരും എൻ്റെ കണ്ണിലുണ്ണിയാണ് പറയാറുണ്ടോ കുട്ടികളെ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരാളായിരിക്കും പറയാം. നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ. വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് എന്താന്ന് പറയാം, ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറയാം ഇല്ലേ? അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ മീനിങ് എന്താണ് കുട്ടികളെ? ഫേവറേറ്റ്, വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ പറയുള്ളൂ. ഞാൻ മീനിങ് കാണിക്കില്ല, മീനിങ് ലാസ്റ്റേ കാണിച്ചു തരുള്ളൂ. അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ ഫേവറേറ്റ് പേഴ്സൺ, വളരെ ഇഷ്ടമുള്ള ആൾക്കാർ. രണ്ടാമത്തെ നോക്കിയാണ് ആപ്പിൾ പൈ ഓർഡർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? ഓർഡറാക്കി ഈ പഴക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ആപ്പിളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറ, എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്ക്, ഒരു ത്രികോണാകൃതിയിൽ ഓർഡറാക്കിയല്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരാൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ, ആപ്പിൾ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കിയപ്പം ആ കടക്കാരൻ നിങ്ങളടുത്ത് പറയുകയാണ്, ഇതിൽ ഇഷ്ടമുള്ള, നിങ്ങളടുത്ത് പറയണം ഒരു ബാസ്ക്കറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു കൂട തന്നിട്ട് പറയുന്നു, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിൾ എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും നടുക്കിരിക്കുന്ന മുഴുത്ത ആപ്പിൾ നോക്കി വലിച്ചെടുത്തു. എടുക്കാൻ പറ്റുമോ പിള്ളേരെ? ആ ഒരു ത്രികോണാകൃതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ, അപ്പോൾ എന്ത് ചെയ്യുന്നോടെ, 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾ ചിലപ്പം 10 കിലോ ആപ്പിളും കൊണ്ട് വരേണ്ടതായിട്ട് വരും. കാരണം എല്ലാം പോവും. മണ്ടേന്നേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഓർഡർ ആക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാറ്റേണിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഇല്ലേ? പെർഫെക്റ്റ് ആയിട്ടല്ലേ അടുക്കി വെച്ചിരിക്കുന്നത്? അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല പാകമായത് മുകളിൽ വയ്ക്കും, അത്ര പാകമാകാത്തത് അടിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, മുകളിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. പഠിച്ചോ? ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. പറഞ്ഞാണ് കുട്ടികളെ, ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 2 ഇടിയും പഠിച്ചു. ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഫേവറേറ്റ്, വളരെ ഇഷ്ടമുള്ള ആൾക്കാർ, ഫേവറേറ്റ് പേഴ്സൺ. രണ്ടാമത്തെ ഏതാണെന്ന് പറഞ്ഞു? ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? വളരെ പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 2 കിട്ടുമല്ലോ. മൂന്നാമത്തെ നോക്കിയാണേ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. കുട്ടികളെ, ഈ ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ വഴക്കെന്നാണ് അർത്ഥം കേട്ടോ. ഡിസ്കോർഡിന്റെ മീനിങ് സിനോണിം പഠിച്ചോണം. വഴക്ക്, ഡിസ്പ്യൂട്ട്, വഴക്കെന്നാണ്. നിങ്ങൾ വീട്ടിലൊക്കെ വഴക്കടിക്കാറില്ലേ? ചേട്ടനുമായിട്ടൊക്കെ വഴക്കടിക്കാറില്ലേ? നിങ്ങൾ വീട്ടിൽ ചേട്ടനുമായിട്ടൊക്കെ എപ്പോഴും, ചേട്ടൻ ചേച്ചി എപ്പോഴും വഴക്കടിക്കാറുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും വഴക്കടിക്കാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിസ്സാര കാരണങ്ങൾക്കായിരിക്കും വഴക്കടിക്കുന്നത് ഇല്ലേ? അപ്പോൾ അത് വലിയ വഴക്കാവും. എന്ത് ചെയ്യുന്നോടെ, പിണങ്ങി ഒരാളെ വീട്ടിലേക്ക് പോകുന്ന വരെ വഴക്കാവും. പക്ഷെ കാരണം പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നോടെ, ചേട്ടൻ ഫോൺ വിളിച്ചില്ല, ചിലപ്പോൾ ഉണ്ടാക്കിയ സാധനത്തിന് ഉപ്പ് പോരാ, മുളക് പോരാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ കുഞ്ഞു പരാതികൾ പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. അതിൽ ചിലപ്പോൾ മുതുക്ക് എന്ത് ചെയ്യും, മുട്ട അടിയാവും, എന്ത് ചെയ്യും, വഴക്കാവും, അടിയാവും, രണ്ടുപേരും ഡിവോഴ്സ് വരാവും എന്ന് വെച്ചോ. അപ്പോൾ വഴക്കിന് കാരണം ചെറിയ കാരണങ്ങളായിരിക്കും. പഠിച്ചോണം കേട്ടോ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, വഴക്കിന് കാരണം. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ, വഴക്കിന് കാരണം. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ഇപ്പൊ 3 ഇടിയെന്ന് പറഞ്ഞേ. ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് പേഴ്സൺ. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാലോ, ഓർഡർ, ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. മൂന്നാമത്തത് ആപ്പിൾ പൈ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാലോ, കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ഇനി നോക്കി, നാലാമത്തതാണ് ബാഡ് ആപ്പിൾ. നാലാമത്തെ ഇടി ഏതാണ്? ബാഡ് ആപ്പിൾ. പറഞ്ഞു നോക്കിയാണേ, നിങ്ങൾ കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് എന്ത് വാങ്ങിക്കൊണ്ടുവന്നു? ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു ഇല്ലേ? അതിൽ 1 കിലോ ആപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യും? ബാഡ് ആപ്പിളാണ്, അഴുകിയ ആപ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യും പിള്ളേരെ? എന്ത് ചെയ്യും? നിങ്ങൾ എന്നാ പറഞ്ഞോ? അത് നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കളയും. ചിലവർ പറയുന്നു കളയുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ മലയാളിയാണെങ്കിൽ കളയൂല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഭാഗം ചീന്തി കളഞ്ഞിട്ട് എന്ത് ചെയ്യും? കളയും. പക്ഷേ അഴുകിയ ഭാഗം ചീന്തി കളയും. എന്ത് ചെയ്യും? ബാക്കി നമ്മൾ കഷ്ണിച്ച് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ തിന്നോ കുട്ടികളെ? നിങ്ങൾ തിന്നോ? ഇല്ല. ആർക്ക് കൊടുക്കും? നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കില്ല, നിങ്ങളും കഴിക്കില്ല. പിന്നെ ആർക്ക് കൊടുക്കും? ഒന്നുകിൽ ചേട്ടന് കൊടുക്കും, എന്ത് ചെയ്യുന്നോടെ, അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് കൊടുക്കും. സ്നേഹം കൂടുതലാണ് അവരടുത്ത്, എന്ത് ചെയ്യും? കൊടുക്കും. പണ്ടാരമേ നീ തിന്നു എന്ന് പറയും. കണ്ടിട്ടുണ്ടായിരിക്കില്ല? അപ്പം ബാഡ് ആപ്പിൾ. സത്യത്തിൽ ഈ അഴുകിയ ആപ്പിള് നല്ലതാണോ? ഇല്ല, മൊത്തത്തിൽ കളയണം. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ എന്നാണ് കേട്ടോ. ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. നിങ്ങൾ ആലോചിച്ച്, ഞാൻ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് വെച്ചോ, നമ്മളൊരു ഗ്യാങ് ആണെന്ന് വെച്ചോ, ഞാൻ മോശക്കാരനാണ്, ഞാൻ ഇത് ദുശീലങ്ങളുള്ള ഒരു മോശക്കാരനാണെന്ന് വെച്ചോ, നിങ്ങൾ എന്നോടൊപ്പം കൂടാറുണ്ടോ കുട്ടികളെ? എന്നെ ഒപ്പം കൂട്ടുമോ? നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണെന്ന് വെച്ചോ. അപ്പം ഞാൻ നാളെ നിങ്ങളോടൊപ്പം കൂടുമ്പം
നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മോശമായി തുടങ്ങും. ഇല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും പറഞ്ഞു വരുത്തും എന്ത് ചെയ്യുന്നോടെ ആ പിള്ളേരെല്ലാം മോശമാണ്. കാരണം ഞാൻ മോശക്കാരനാണെന്ന് ലോകം മൊത്തം അറിയാമെന്ന് വെച്ചു. എന്ത് ചെയ്യുന്നോടെ നിങ്ങളോടൊപ്പം കൂടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നോടൊപ്പം കൂടുമ്പം നിങ്ങളെയും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറയും മോശമെന്ന്. ഇല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പം ഒരു അഴുകിയ ആപ്പിൾ അതിനകത്തുണ്ടായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ചാണ്ടിരിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആപ്പിൾ അല്ലെങ്കിൽ മറ്റേ ഫ്രൂട്ട്സ് എല്ലാം അഴുകാനുള്ള ടെൻഡൻസി വളരെ പെട്ടെന്ന് നടക്കും. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ അവിടെ പെട്ടെന്ന് നടക്കാറുണ്ട്. ഇല്ലേ? അപ്പം ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ. ഇപ്പം നിങ്ങൾ ഇനി ഫോണിലൊക്കെ സ്റ്റേറ്റസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇടണം കേട്ടോ. ഇഡിയൊക്കെ ഉപയോഗിച്ച് സ്റ്റേറ്റസ് ചെയ്യണം. എന്ത് ചെയ്യുന്നോടെ? വിത്ത് ബാഡ് ആപ്പിൾ. നിങ്ങൾ ഉറ്റ സുഹൃത്തിനെയൊക്കെ പറയണം വിത്ത് ബാഡ് ആപ്പിൾ, വിത്ത് ബാഡ് പീപ്പിൾ. എന്ത് ചെയ്യുന്നോടെ? ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. അപ്പൊ 4 ഇഡിയോ എന്ന് പറഞ്ഞേ. ആപ്പിൾ ഓഫ് വൺ സൈ എന്താണ്? ഉറച്ചു പറ. എന്ത് ചെയ്യും? ഫേവറേറ്റ് പേഴ്സൺ. അത് യൂസേജിനനുസരിച്ച് മാറ്റി പറയാം കേട്ടോ. ഇപ്പൊ ഞാനാണ് പറയണെങ്കിൽ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരടുത്താണ് ചോദിക്കണമെങ്കിൽ ആപ്പിൾ ഓഫ് യുവർ ഐ എന്ന് ചോദിക്കാം. ഇല്ലേ? ഇനി അതേപോലെ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? പെർഫെക്റ്റ് ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? ഉറച്ച് പറയണേ. റെസ്പോണ്ട് ചെയ്താലേ ഉപകാരപ്പെടുള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്താലേ ഉപകാരപ്പെടുള്ളൂ. ഞാൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും മറുപടി നിങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കണം. നിങ്ങളെ പറയുന്ന മറുപടി എന്താണെന്ന് ഞാൻ തിരിച്ച് പറയും. നിങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു മറുപടി ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ തിരുത്തി പഠിച്ചു വരണം. ഇനി ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു പറഞ്ഞോ? പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ? ഡിസ്കോഡ് വഴക്ക്. അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇനി ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാലോ? ബാഡ് പീപ്പിൾ. ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. കിട്ടൂല്ലോ കുട്ടികളെ? അടുത്ത് നോക്കിയാണേ. എന്ത് ചെയ്യുന്നൂടെ? അടുത്ത ഇടിയാണ് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട 5ാമത്തെ ഇടിയാണ് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. പഠിച്ചോണം. നിങ്ങൾ കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങൂല്ല, ഓറഞ്ച് വാങ്ങൂല്ല. രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാണോ കുട്ടികളെ? അല്ല, രണ്ടും വ്യത്യാസമാണ്. കാഴ്ചയിലാണെങ്കിലും മണം, അതുപോലെ രുചി, അതുപോലെ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം വ്യത്യാസമല്ലേ കുട്ടികളെ? അത് തന്നെയാണ് വ്യത്യസ്തം അല്ലെങ്കിൽ വ്യത്യാസം. ഡിഫറൻറ്റ് പീപ്പിൾ എന്തെന്ന് പറയും കുട്ടികളെ? ഡിഫറൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് മീൻസ് ഡിഫറൻറ്റ്. ആപ്പിൾ ഓറഞ്ച് ഡിഫറൻറ്റ് ആണ്. ഡിഫറൻറ്റ് പീപ്പിൾ. അപ്പൊ 5 ഇഡിയോ എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ഒരെണ്ണം പോലും നമ്മൾ മീനിങ് ഒന്നും കണ്ടിട്ടില്ല, അല്ലാണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചതിന് ശേഷം മീനിങ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ പഠിക്കുക, ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മീനിങ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിൽ ഞാൻ കാണിച്ചു തരും. ഇപ്പം നിങ്ങൾ എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്തിരുന്നാൽ മാത്രം മതി കേട്ടോ. റെസ്പോണ്ട് ചെയ്ത് വൊക്കാബുലറി ഒക്കെ പഠിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. അതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നു, നിങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങളാണ് ആ കഥകളും കാര്യങ്ങളും കേട്ട് റെസ്പോണ്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പം എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്ത് പഠിച്ചോണം. ഒന്നാമത്തെ ഏതാണ്ടേ? ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ. ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു. പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് കോറൽ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് ആപ്പിൾ ഓർമ്മയിലിരുന്നോ? ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. ഡിഫറൻറ്റ് പീപ്പിൾ. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയാണ്. ചെറിയുമായി ബന്ധപ്പെട്ട 5 ഇഡിയോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകും. ചെറി അടുത്ത ഫ്രൂട്ടിൽ വരുന്നതാണ് ചെറി. ചെറിയുമായി ബന്ധപ്പെട്ട് 5 ഇഡിയോ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയാണ് കുട്ടികളെ, ചെറി പിക്ക്. ഒന്നാമത്തെ ഇടി ഏതാണ്ടേ? ചെറി പിക്ക്. പഠിച്ചോണം. നമ്മൾ ഈ കേക്കൊക്കെ വാങ്ങുമല്ലോ കുട്ടികളെ? കേക്ക് വാങ്ങുമല്ലോ. ഈ കേക്കൊക്കെ വാങ്ങുമ്പോൾ കേക്കിൻ്റെ മണ്ടിൽ ചെറി വെച്ചിട്ടുണ്ടായിരിക്കും. എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഇവിടെ ചെറി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാനാണ് നിങ്ങൾക്ക് കേക്ക് മുറിച്ച് തരണേന്ന് വെച്ചോണം കേട്ടോ. കഷ്ണിച്ച് തരയണം, മുറിച്ച് തരയണം. അപ്പോൾ മുറിച്ച് തരുന്ന സമയത്ത് ഞാൻ ചെറി വെച്ച പീസ് മുറിക്കുമ്പോഴത്തേക്കും പീസാക്കുമ്പോൾ ചെറുതായിട്ട് മുറിച്ചു. ഒരു 5 പീസിൽ 1 പീസ് ചെറി വെച്ച പീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പ്ലേറ്റിൽ കൊണ്ട് നിങ്ങളെ മുമ്പിൽ തരാണ്. ഇപ്പോൾ ആദ്യം ഇരിക്കുന്ന ആൾ എങ്ങനെ എടുക്കും? ഏതെടുക്കും? ഇപ്പോൾ അനു എന്ന് പറയുന്ന ആൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ എടുക്കും? ഇതിനകത്ത് നിന്ന് എങ്ങനെ എടുക്കണോ? എങ്ങനെ എടുക്കും? അതിൽ ഏത് പീസ് എടുക്കും? അതിൽ ചെറി വെച്ച പീസ് എടുക്കുള്ളൂ. അത് ചെറുതാണെങ്കിൽ അതേ എടുക്കുള്ളൂ. കാരണം എന്താണ്? ചെറിയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറി പിക്ക് എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഉദാഹരണം കൂടെ നോക്ക്. നമ്മൾ മിച്ചർ ഉണ്ടല്ലോ കൂടെ, മിച്ചർ. ഈ മിച്ചർ തട്ടി നമ്മളൊരു പ്ലേറ്റിൽ വയ്ക്കുകയാണെന്ന് വെച്ചോ. എന്ത് ചെയ്യുന്നു? ചായയുടെ കൂടെ കുടിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മിച്ചർ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ മിച്ചറിൽ നിന്ന് ആദ്യം എന്തെടുത്ത് തിന്നൂടെ? അതിനകത്ത് എന്ത് പറക്കി തിന്നും? കപ്പലണ്ടി പറക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് എന്ത് പറക്കി തിന്നും പിള്ളേരെ? കടല പറക്കി തിന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറക്കി തിന്നും? ഉണ്ട സാധനങ്ങൾ പറക്കി തിന്നും, അതിനകത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ എല്ലാം കൂടെ തട്ടി അങ്ങ് തിന്നും, ഇല്ലേ? ആദ്യം ഓരോന്നായിട്ട് എടുത്ത് തിന്നയില്ലേ? ഇഷ്ടമുള്ള പറക്കി തിന്നയില്ലേ? അത് തന്നെയാണ് ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. മറക്കൂലല്ലോ? ചെറി പിക്ക്, സെലക്ട് ദ ബെസ്റ്റ്. അടുത്ത രണ്ടാമത് നോക്കിയാണേ, ചെറി ഓൺ ദി കേക്ക്. ചെറി ഓൺ ദി കേക്ക്. കുട്ടികളെ, ഈ ചെറി ഉണ്ടല്ലോ, കേക്കിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് എപ്പോഴാണ് ഈ ചെറി കേക്കിൽ വയ്ക്കുന്നത്? പറഞ്ഞേ, എപ്പോഴാണ് ചെറി കേക്കിൽ വയ്ക്കുന്നത്?
ഏറ്റവും ലാസ്റ്റ്. എന്തിനാണ് ഈ ചെറി വയ്ക്കുന്നത്? നിർബന്ധമുണ്ടോ ചെറി വയ്ക്കണമെന്ന്? ഇല്ല. എന്തിനാണ് ഇത് വയ്ക്കുന്നത്, ചെറിയൊക്കെ വയ്ക്കുന്നത്? ഒരു ഭംഗി കിട്ടാൻ വേണ്ടി, ഒരു അട്രാക്ഷന് വേണ്ടി, അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം കേക്കിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും അവസാനം ചെറി വയ്ക്കുന്നത് ഭംഗി കിട്ടാൻ വേണ്ടി, ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ തിങ്, ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം. എന്തിനാണ് കുട്ടികളെ? ഗെറ്റ് മോർ അട്രാക്ഷൻ. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. മറക്കൂലല്ലോ. നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസൈൻമെൻ്റ് ഒക്കെ എഴുതാറില്ലേ? അസൈൻമെൻറ്റ് പ്രോജക്റ്റ് ഒക്കെ എഴുതാറുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലാസ്സിലോ അല്ലെങ്കിൽ ചേട്ടനെയോ ചേച്ചിയോ ആരെങ്കിലും കൊണ്ട് ഫ്രണ്ട് പേപ്പർ എഴുതിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? നല്ല ഭംഗിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആരെങ്കിലും കൊണ്ട് ഫ്രണ്ട് പേജ് എഴുതിക്കാറുണ്ട്. അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ എഴുതി പൂക്കളൊക്കെ വരച്ച് തരും ഇല്ലേ? പിൻ ചെയ്ത് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ഒരു അടുക്ക് ഏതിരിക്കുകയാണ്? അസൈൻമെന്റ് ഇരിക്കുന്നതിൽ അധ്യാപകർ നോക്കി വരുമ്പോൾ കൊള്ളാം, നല്ലൊരു ഫ്രണ്ട് പേജ് ഉള്ള സാധനം എടുക്കും ഇല്ലേ? അതല്ലേ ആദ്യം എടുക്കുള്ളൂ, അധ്യാപകർ നോക്കുകയുള്ളൂ. അത് തന്നെയാണ് ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം. നിങ്ങൾ പോയിട്ട് ഒരു കല്യാണത്തിന് പോകുന്നു, ഒരുങ്ങി എല്ലാം സുന്ദരിയായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചോ, ഏറ്റവും അവസാനം ലിപ്സ്റ്റിക് ഇടുന്നു, ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നോടെ? ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും ഭംഗി കിട്ടാൻ വേണ്ടി അവസാനം ചെയ്യുന്ന കാര്യങ്ങൾ. നോക്കിയാണല്ലോ. പറഞ്ഞു നോക്കിയേ, ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി ഓൺ ദി കേക്ക് എന്ന് പറഞ്ഞാലോ? ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അടുത്ത് നോക്കിയേ, അസ് റെഡ് അസ് ചെറി. അസ് റെഡ് അസ് ചെറി. കുട്ടികളെ, ഈ ചെറിയുടെ കളർ എന്താണ്? ചെറി പഴത്തിന്റെ കളറ് ചുമന്ന കളറാണ് കേട്ടോ, ചുവപ്പാണ്, റെഡാണ്. നല്ല ചുവപ്പ് കളറല്ലേ? നല്ല റെഡ് കളറല്ലേ? അത് തന്നെയാണ് അസ് റെഡ് അസ് ചെറി എന്ന് പറഞ്ഞാൽ വെരി റെഡിഷ് കളർ കേട്ടോ. അസ് റെഡ് അസ് ചെറി മീൻസ് അതിന്റെ അതിനകത്ത് തന്നെ ഉണ്ട് മീനിങ്. അസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൊടി കുഞ്ഞുങ്ങൾ, ന്യൂ ബോൺ ബേബീസ്, വളരെ ഫ്ലഷി ആയിട്ടിരിക്കുന്നു. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുള്ളവരാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കവളൊക്കെ എന്ന് പറഞ്ഞാൽ തുടുതുടായിരിക്കും. നമ്മൾ പതുക്കെ ചെന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ തൊട്ടാൽ മതി, ഒന്നും ഞെക്കി അമ്മയ്ക്ക് പൊട്ടിച്ചോളയില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? അവിടെ പതുക്കെ പോയി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ചുമന്ന് വരുന്നതാണ്. നമ്മളെയൊക്കെ കവളാണെങ്കിലാ അടിച്ചാൽ പോലും ചുമക്കൂല. നോക്കിയോ? അപ്പോൾ അസ് റെഡ് അസ് ചെറി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകളെ? വെരി റെഡിഷ് കളർ കേട്ടോ, ഭയങ്കര ചുവപ്പ്. അസ് റെഡ് അസ് ചെറി മീൻസ് വെരി റെഡിഷ് കളർ. സായിപ്പന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ വെയിലത്തൂടെയൊക്കെ നടക്കുമ്പോൾ, നല്ല ചൂടത്തൂടെ വെയിൽ ഉള്ള സമയത്ത് നടന്നു പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ വരും കുട്ടികളെ? ചുമന്ന് വെയിലടിക്കുന്നതിനനുസരിച്ച് അവർ ചുമക്കും. നമ്മളാണെങ്കിൽ വെയിലിന്റെ എന്ത് ചെയ്യുന്നൂടാ? അടുത്തൂടെ പോയാൽ മതി, കറുകറാ കയറി വരും ഇല്ലേ? അപ്പോൾ അസ് റെഡ് അസ് ചെറി മീൻസ് വെരി റെഡിഷ് കളർ, നല്ല ചുവപ്പുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കിയാണ് എ ബൈറ്റ് അറ്റ് ചെറി. എ ബൈറ്റ് അറ്റ് ചെറി. നോക്കിയിരുന്നു കുട്ടികളെ, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മുതലാക്കാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. നിങ്ങളത് ഓർമ്മയിലിരുന്നാൽ മതി. നിങ്ങൾ ആലോചിക്കണം, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടായിയൊക്കെ പകുതി എടുക്കുന്ന ഒരു രീതി നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഷെയർ ചെയ്ത് കഴിക്കുക. അപ്പോൾ മുട്ടായി വാങ്ങിച്ചിട്ട് പകുതി എടുക്കാം എന്ന് പറഞ്ഞ് ചിലപ്പം കടിച്ചായിരിക്കും എടുക്കുന്നത്. നമ്മളത് കടിച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ ഒരാൾ പറയും, അളിയ സ്നേഹം കൊണ്ട് പറയും, നീ കടിച്ചിട്ട് പകുതി തന്നാൽ എന്ന് പറയും ഇല്ലേ? അവനാണെങ്കിൽ ആ കടിച്ചെടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം അവൻ കടിച്ചങ്ങ് എടുക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അയ്യോ അളിയാ പോയെന്ന് പറയും ഇല്ലേ? കൂടിപ്പോയെന്ന് പറയും ഇല്ലേ? പിന്നെ എന്ത് ചെയ്യും? വായിലങ്ങ് എന്ത് ചെയ്യും? കഴിച്ചതിന് നമ്മൾ എടുക്കാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുന്നൂടെ? പഠിച്ചോണം. ആസ് എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞാൽ ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്, എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുക. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ പെൺകുട്ടികൾ നിങ്ങളെ സ്വന്തം പൈസ കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? ഡ്രസ്സൊക്കെ വാങ്ങുന്നതെന്ന് വെച്ചോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഡ്രസ്സ് എടുക്കാൻ പോകും കുട്ടികളെ? എങ്ങനെയുള്ളത്? ഭയങ്കര കൂടിയത് എടുക്കാറുണ്ടോ? ഇല്ല. കണ്ടാൽ കൂടിയതാണെന്ന് തോന്നണം, പക്ഷേ 10-250 രൂപ സാധനം ആയിരിക്കണം. അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം സ്നേഹ കൂടുതലുണ്ട്, ചേട്ടൻ പറഞ്ഞു, എടീ നിനക്ക് ഞാൻ ഡ്രസ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഡ്രസ്സ് എടുത്തു തരാം. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ 250 രൂപ തുണി എടുക്കുക കുട്ടികളെ. അന്ന് എടുക്കുന്നത് എത്രയായിരിക്കും? അന്ന് 1000. ഉള്ളതിൽ ഏറ്റവും എന്ത് ചെയ്യുന്നോടെ? കൂടിയതെടുക്കും. ഒരു അവസരം കിട്ടി, മാക്സിമം ചെലവഴിപ്പിച്ചു. എ ബൈറ്റ് അറ്റ് ചെറി മീൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്, എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവസരം ലഭിക്കുക. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? എന്ത് ചെയ്യുന്നുണ്ട്? പെൺകുട്ടികൾ ഫുഡ് കൊണ്ടുവരും, ചോറ് കൊണ്ടുവരും, പയ്യന്മാർ കൊണ്ടുവരില്ല. അപ്പോൾ സ്നേഹം കൊണ്ടൊരു പയ്യൻ്റെ അടുത്ത് പറയണം, അടാ നീ എൻ്റെ നിന്ന് കഴിച്ചോ എന്ന് പറയുന്നു. ആ പയ്യൻ ഒരു തവണ പറയും വേണ്ട, 2 തവണ പറയും വേണ്ട, 3ാമത്തെ തവണ നിങ്ങൾ നിർബന്ധിക്കും, അവൻ വന്ന് എന്ത് ചെയ്യുന്നൂടെ? തിന്നും, കഴിക്കും. നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ? ചെറുതായിട്ട് ഒരു ഉരുള എന്ത് ചെയ്യുന്നൂടെ? ഒരു പയ്യനും കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവൻ ഉള്ളതെല്ലാം കൂടെ
കുഴച്ച് തിന്നിട്ട് അവൻ കഴിച്ചങ്ങ് പോകും. അത്രയും ബാക്കി അവൻ വരുന്നു. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് 2 ഉരുളായിരിക്കും കഴിച്ചിരിക്കുന്നത്, ഇല്ലേ? എന്നിട്ട് ഒരു സാരമില്ലടാ നീ കഴിച്ചു, എനിക്ക് വിശപ്പില്ലെന്ന് പറയും. സത്യത്തിൽ എന്ത് ചെയ്യുന്നോടെ വയറ് വിശന്നിരിക്കുകയായിരുന്നു, പക്ഷേ അവൻ അത്രയും കഴിച്ചിട്ട് പോകും. അപ്പോൾ അവസരം കിട്ടിയാൽ മുതലാക്കും. എ ബൈറ്റ് അറ്റ് ചെറി ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. നോക്കിയേ ലാസ്റ്റ് വൺ, ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. ഇടി എങ്ങനെയാണ്? ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. പഠിച്ചോണം. നിങ്ങൾക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഇഷ്ടമുള്ളൊരു ഫുഡാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ് ചെറി എന്ന് പറയുന്നത്. ചേട്ടൻ വന്നപ്പം ഒരു ബൗള് നിറയെ ചെറി കൊണ്ടുവന്നു, നീ കഴിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ഭയങ്കര സന്തോഷമാവൂലേ കുട്ടികളെ? അവിടെ ഇരുന്ന് തിന്നും. രാത്രി വെളുക്ക ഇരുന്ന് തിന്നും. ഹാപ്പി ആവൂലേ നിങ്ങൾ? ഭയങ്കര ഹാപ്പി ആവൂലേ? ഇത്രയേ ഉള്ളൂ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി, ഹാപ്പി ലൈഫ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി മീൻസ് ഹാപ്പി ലൈഫ്. ഇനി വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഇടണം കേട്ടോ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി മീൻസ് ഹാപ്പി ലൈഫ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഉറച്ചെന്നോടൊപ്പം പറയണേ. ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് പറഞ്ഞോ? ആപ്പിൾ ഓഫ് വൺ സൈ ഫേവറേറ്റ് പേഴ്സൺ. ഓക്കെ, ഫേവറേറ്റ് പേഴ്സൺ. ഇനി രണ്ടാമത്തത് ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാലാ ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 3 ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പൊ മീനിങ് പറഞ്ഞോ? ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാലും വഴക്കെന്നാണ് കേട്ടോ. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാഡ് ആപ്പിള്. ഇപ്പൊ അഴുകിയ ആപ്പിള് മോശമാണ്, കളയാൻ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞു. ബാഡ് ആപ്പിള് ബാഡ് പീപ്പിൾ. ബാഡ് ആപ്പിള് ബാഡ് പീപ്പിൾ. ഓക്കെ ആണല്ലോ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് രണ്ടും 2 തരമാണെന്ന് പറഞ്ഞു. വ്യത്യസ്തം, ഡിഫറൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. എന്നോടൊപ്പം പറയണേ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. ഇനി അടുത്ത് നോക്കിയാൽ ചെറി പിക്ക്. ചെറി എങ്ങനെയാ? നമ്മൾ കേക്കിലൊക്കെ ചെറി ഇരുന്ന് ആദ്യം അതിർത്ത് തിന്നുമെന്ന് പറഞ്ഞു. എങ്ങനെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ മിച്ചറിന്ന് കപ്പലിൻ്റെ പറക്കി തിന്നുന്നതിനെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? സെലക്ട് ദ ബെസ്റ്റ്. ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്. ഇനി ചെറി ഓൺ ദ കേക്ക്. ചെറിയ അല്ലെങ്കിൽ കേക്കിൻ്റെ വേണ്ടി ചെറി എപ്പോഴും വയ്ക്കുമെന്ന് പറഞ്ഞു? അവസാനം. എന്തിനു വയ്ക്കും? ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. പറഞ്ഞേ, ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ആസ് റെഡ് അസ് ചെറി. ചെറിയുടെ കളർ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ചുമന്ന കളറാണ്, റെഡ് ആണെന്ന് പറഞ്ഞു. ഭയങ്കര ചുവപ്പാണെന്ന് പറഞ്ഞു. ആസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ആസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ഓക്കെ ആണല്ലോ. ഇനി എ ബൈറ്റ് അറ്റ് ചെറി. എ ബൈറ്റ് അറ്റ് ചെറി. അവസരം കിട്ടിയാൽ മുതലാക്കൂ എന്ന് പറഞ്ഞു. എ ബൈറ്റ് അറ്റ് ചെറി എന്താണെന്ന് പറഞ്ഞു പിള്ളേരെ? ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുക. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. നിങ്ങൾക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബൗൾ നിറയെ ചെറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? വളരെ ഹാപ്പി ആവുമെന്ന് പറഞ്ഞു. അല്ലേ? ഹാപ്പി ലൈഫ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി, ഹാപ്പി ലൈഫ്. കിട്ടുമോ കുട്ടികളെ? 10 ഇടിയം. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? അടുത്തതിലേക്ക് പോവാം. നോക്കിക്കോണേ. അടുത്ത ഹോട്ട് പൊട്ടറ്റോ. അടുത്ത ഇടി ഏതാണ്ടേ? ഹോട്ട് പൊട്ടറ്റോ. കുട്ടികളെ, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ പറയും കിഴങ്ങ് വർഗ്ഗങ്ങളല്ലേ കുട്ടികളെ? ഉരുളക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ്, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്നു. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ പുഴുങ്ങിയെടുക്കാറില്ലേ? നമ്മൾ കറി വെക്കാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പുഴുങ്ങിയെടുക്കുമ്പം അല്ലെങ്കിൽ കറി വെച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ചൂട് മാറിയാന്ന് എങ്ങനെ നോക്കും കുട്ടികളെ? ചൂട് മാറിയാന്ന് എങ്ങനെ നോക്കും? നമ്മൾ തൊട്ട് നോക്കും. ചിലവർ തൊട്ട് നോക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ്. ഇപ്പോൾ ചൂട് മാറിയാൽ തൊട്ട് നോക്കിയിട്ട് ചൂടില്ലെങ്കിൽ എടുത്ത് കൊടുക്കും. കുഞ്ഞിൻ്റെ വാ പൊള്ളി ഊപ്പാട് വരും. ഇതിൻ്റെയൊക്കെ അകം തണുക്കുമോ കുട്ടികളെ? നമ്മൾ പൊട്ടിച്ച് നോക്കണം, എങ്കിലേ അകം തണുത്താന്ന് അറിയുള്ളൂ. അപ്പോൾ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് പുക അല്ലെങ്കിൽ ആവി വരുന്ന കാണാം, ഇല്ലേ? ഇപ്പോൾ ഹോട്ട് പൊട്ടറ്റോ, ചൂടുള്ള ഉരുളക്കിഴങ്ങ് തിന്നു കഴിഞ്ഞാൽ പൊള്ളും, ഇല്ലേ? ചൂടുള്ള ഉരുളക്കിഴങ്ങ് തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊള്ളും. പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. പറഞ്ഞാൽ കുട്ടികളെ, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്, വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലേ? വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എന്ത് ചെയ്യും? അമ്മയുമ്മയായിട്ടൊക്കെ പോരായിരിക്കും, കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വഴക്കടിക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നു, അതിന് വേറെ അർത്ഥങ്ങൾ അവരെടുക്കുന്നു. എന്ത് ചെയ്യുന്നോടെ? അത് പറഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നോടെ അടി ഉണ്ടാവുന്നത്. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. യൂട്യൂബ് ചാനലുകാർ കൊണ്ട് കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും വായിന്ന് അറിയാമെന്നൊന്ന് വീഴുന്നു, അതിനെ വിവാദമാക്കി വലിയ പ്രശ്നമാക്കുന്നു. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് MM മണി, നമ്മുടെ എന്ത് ചെയ്യുന്നു ഉടുമ്പൻചോലര എന്ത് ചെയ്യുന്നുടെ MM മണി, അദ്ദേഹം പണ്ടൊരു എന്ത് ചെയ്യുന്നൂടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നൂടെ പ്രസംഗം ഇങ്ങനെ കൊഴുത്തു വരുന്ന സമയത്ത് അദ്ദേഹം എന്തെന്ന് പറഞ്ഞൂടെ? ആൾക്കാരെ കയ്യടി ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? എന്ത് ചെയ്യുന്നൂടെ ഏലക്കാട്ടിൻ്റെ ഇടയിൽ ആരെയും കൊന്നു തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് തള്ളി അങ്ങ് വെച്ചു കൊടുത്തു, ഇല്ലേ? അപ്പോഴേ പോലീസ് പിടിച്ചോണ്ട് ഭയങ്കര ചർച്ചയായി. 1 മാസത്തോളം എന്ത് ചെയ്യും? കാര്യം കേസ് അന്വേഷണം, ഉള്ള ഏലക്കാടെല്ലാം കുത്തിത്തുറന്ന് നോക്കി. സത്യത്തെ അദ്ദേഹം ചുമ്മാ പറഞ്ഞതായിരുന്നു. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്, വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ. മറക്കൂലല്ല, പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അടുത്താണ് എന്ത് ചെയ്യുന്നൂടെ? കൂളസ് കുക്കുംബർ.
കുട്ടികളെ നിങ്ങളൊക്കെ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ, വെള്ളരിക്ക ഇങ്ങനെ വെട്ടി കണ്ണിലൊക്കെ വയ്ക്കാറുണ്ടോ? എന്തിനാണ് ഇത് വയ്ക്കുന്നത്? ഓക്കെ, തണുപ്പ് കിട്ടാനെന്ന് പറയുന്നു. പിന്നെ എന്ത് വയ്ക്കാം? കണ്ണിൻ്റെ കളർ അല്ലെങ്കിൽ ഇവിടെ ഷെയ്ഡ് മാറാനാണെന്ന് പറയുന്നു. എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെയാണ് തണുപ്പിക്കുന്നു. വെള്ളരിക്ക പൊതുവെ തണുപ്പല്ലേ, തണുപ്പിക്കുന്നു. പഠിച്ചോണം കേട്ടോ. കൂളസ് കുക്കുംബർ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, തണുപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങളെ വീട്ടിൽ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പോരടിക്കുകയാണ്, വഴക്കുണ്ടാക്കുകയാണ്, നല്ല ബഹളം. രണ്ടുപേരും അടിയോടടി. എന്ത് ചെയ്യുന്നോടെ? അപ്പോൾ ആ സമയത്ത് ചേട്ടൻ, നിങ്ങളെ ഹസ്ബൻഡ് ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്, മിണ്ടാതിരിക്കും. എന്ത് ചെയ്യുന്നോടെ? ഒന്നും മിണ്ടൂല, ആരെയും സപ്പോർട്ട് ചെയ്യില്ല. കൂളസ് കുക്കുംബർ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, രണ്ടിൽ ഏത് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഇരിക്കും. അപ്പോൾ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ചേട്ടൻ്റെ അവസ്ഥ എന്താണ്? പുറത്തുനിന്ന് നോക്കുന്നവർ ചേട്ടനെ നോക്കുമ്പോൾ സിറ്റൗട്ടിൽ ചേട്ടൻ കണ്ണും തള്ളിയിരിക്കുന്നു, അകത്ത് എന്ത് ചെയ്യുന്നൂടെ? മുതുക്ക് വഴക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ വഴക്ക് നടക്കുന്നു. അപ്പോൾ ചേട്ടൻ്റെ അവസ്ഥ എന്താണ് ഉണ്ടായി? പുറത്തുനിന്ന് നോക്കുന്നവർ നോക്കുമ്പോൾ ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് DPC ആണ്. ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് DPC എന്ന് പറഞ്ഞതുകൊണ്ടേ ബിറ്റ്വീൻ ടു ഡേഞ്ചേഴ്സ്, അവനെ സമ്മതിക്കണം എന്ന് പറയില്ലേ? ബിറ്റ്വീൻ ടു ഡേഞ്ചേഴ്സ്, ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് DPC മീൻസ് ബിറ്റ്വീൻ ടു ഡേഞ്ചേഴ്സ്. അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും ഇഡിയംസ്. ഇപ്പോൾ കൂളസ് കുക്കുംബർ മീൻസ് കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പം സാലഡ് തരും, നമുക്ക് തരാറില്ല കുട്ടികളെ സാലഡ്. ഇപ്പോൾ സാലഡ് എന്ന് പറഞ്ഞാൽ കുക്കുംബർ, പിന്നെ അത് ക്യാരറ്റ്, ഇതൊക്കെയാണ് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സാലഡാണ് കൊണ്ടുവയ്ക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം പറക്കി അങ്ങ് തിന്നും. കണ്ടിട്ടുണ്ടോ? എന്നിട്ട് മറ്റേ മന്തിയൊക്കെ തിന്നിട്ട് നല്ല എരിവുണ്ടായിരുന്നു പറഞ്ഞു പോകും. സത്യത്തിൽ അങ്ങനെയാണ് കഴിക്കേണ്ടത്? അല്ല, കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എരിവ് കൂടുമ്പം നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കണമെന്നാണ്. അപ്പോൾ തണുപ്പ് കൊടുക്കുമ്പോഴത്തേക്കും എരിവ് നോർമലൈസ് ചെയ്യാം. നമ്മൾ ആദ്യമേ പറക്കി എന്ത് ചെയ്യും? അതങ്ങ് വീഴുന്നു. കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കൂൾ എന്ത് ചെയ്യുന്നൂടെ? വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷനിൽ തണുപ്പിക്കുന്നു. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മന്തിയൊക്കെ കഴിച്ച് കണ്ണുകളിരിക്കുമ്പോൾ സാലഡ് കഴിക്കുമ്പോൾ ഒരു തണുപ്പ് ഇടുന്നു, ഒരു സുഖം കിട്ടുന്നു. ഓർമ്മയിലിരുന്നാലും മതി. കൂളസ് കുക്കുംബർ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. രണ്ടെണ്ണം പഠിച്ചു. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. കൂളസ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക തണുപ്പിക്കുന്നു. കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയാണ് സാലഡ് ലൈഫ്. കുട്ടികളെ നിങ്ങളെയൊക്കെ സാലഡ് ലൈഫ് കഴിഞ്ഞതാണോ? പറഞ്ഞു നോക്ക്. നിങ്ങളെയൊക്കെ സാലഡ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ. കഴിഞ്ഞില്ല. എന്ത് ചെയ്യുന്നൂടെ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലവരാണെങ്കിലാ കഴിഞ്ഞെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയും ഇല്ലേ? ഇപ്പൊ സാലഡ് ലൈഫ്, സലാഡ് കണ്ടിട്ടുണ്ടല്ലോ, സാലഡ് എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. സാലഡ് കണ്ടിട്ടുണ്ടല്ലോ കുട്ടികളെ? വെള്ളമാണെന്ന് ചോദിച്ചാൽ വെള്ളമല്ല. എന്ത് ചെയ്യും? അതിനകത്ത് എന്ത് ചെയ്യും? കുക്കുംബർ ഉണ്ടാന്ന് ചോദിച്ചാൽ കുക്കുംബർ ഉണ്ട്. എന്ത് ചെയ്യും? ക്യാരറ്റ് ഉണ്ടാന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ഉണ്ട്. എന്ത് ചെയ്യും? ഉള്ളി അല്ലെങ്കിൽ ഒണിയൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണെന്ന് ചോദിച്ചാൽ അതല്ല, ഇതാണെന്ന് ചോദിച്ചതല്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാധനം ഇല്ലേ? സാലഡ്. യൂത്ത് ലൈഫ്, യൗവന കാലഘട്ടം കേട്ടോ. അപ്പൊ സാലഡ് ലൈഫ് മീൻസ് യൂത്ത് ലൈഫ്. മറക്കൂലല്ലോ. ഇനി പറയണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ വി ആർ കീപ്പിംഗ് സാലഡ് ലൈഫ് എന്ത് ചെയ്യുന്നോടെ എന്നൊക്കെ പറയണം. സ്റ്റേറ്റസ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ സാലഡ് ലൈഫ്, യൂത്ത് ലൈഫ്. സലാഡ് ലൈഫ് അല്ലെങ്കിൽ സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ യൂത്ത് ലൈഫ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ. പീച്ച്. പീച്ച് പഴം കണ്ടിട്ടുണ്ടല്ലോ കുട്ടികളെ? വളരെ കുഞ്ഞാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. എന്ത് ചെയ്യുന്ന പറയാം? നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഫ്രൂട്ടാണ് പീച്ച് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പീച്ച് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. പീച്ച് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? വെരി ബ്യൂട്ടിഫുൾ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയി, നല്ല മനോഹരമായിട്ടുള്ള പിക്ചർ നിങ്ങൾ ക്യാപ്ചർ ചെയ്തു, പിക്ചർ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം പീച്ച് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. ഇച്ചിരി ആധികാരികമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. പീച്ച് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ പയ്യന്മാരിയ്ക്കുകയാണ്, പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി. കൊള്ളാം, നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്? പെയറിംഗ് ആയിട്ടുള്ള കുട്ടി വളരെ മനോഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? പീച്ച് എന്ന് പറയാം. പീച്ച് വെരി ബ്യൂട്ടിഫുൾ. പീച്ച് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. പയ്യന്മാരെ കോർത്ത് വെച്ചിരിക്കാം, ഇംപ്രസ് ചെയ്യിപ്പിക്കാം. എന്താണ്? യു ആർ മൈ പീച്ച് മീൻസ് യു ആർ എന്താണ്? വളരെ മനോഹരിയാണ്, എനിക്ക് നീ വളരെ മനോഹരിയാണെന്ന് പറയാം അല്ലേ? പീച്ച് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പറ, ഹോട്ട് പൊട്ടറ്റോ പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. കോൺട്രവേഴ്ഷ്യൽ മീൻസ് വിവാദം. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. കൂളസ് കുക്കുംബർ എന്ന് പറഞ്ഞതുകൊണ്ടേ വെള്ളരിക്ക് എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. എന്ത് കണ്ടീഷനിൽ? ഡിഫിക്കൽട്ട്, എരിഞ്ഞ് പൊളന്നിരിക്കുന്ന സമയത്ത് സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ, അതും കുക്കുംബർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കിട്ടും, ഒരു സമാധാനം കിട്ടും. ഒന്ന് ഓർമ്മയിലിരുന്നാലും മതി അല്ലേ? കൂളസ് കുക്കുംബർ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാലോ ഉറച്ചു പറ യൂത്ത് ലൈഫ്. പീച്ച് എന്ന് പറഞ്ഞാലോ വെരി ബ്യൂട്ടിഫുൾ. അടുത്ത് നോക്കിയേ. പ്ലം ജോബ്. അടുത്ത ഏതാണ് കുട്ടികളെ? പ്ലം ജോബ് കേട്ടോ. ഈ പ്ലം പഴം കണ്ടിട്ടുണ്ടല്ലോ? ആപ്പിളിന്റെ ചെറിയ സൈസ് പോലെ ഇരിക്കുന്ന പഴമാണ് കേട്ടോ. അത് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെയാണ്. എന്ത് കഴിക്കാം? നമ്മൾ അങ്ങനെ മുറിച്ച് കഴിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വായിൽ എടുത്ത് വയ്ക്കുക, എന്ത് ചെയ്യും? ഒരു അമുക്ക് കൊടുക്കുക, അങ്ങ് വിഴുങ്ങുക. എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോ അല്ലേ? നമുക്ക് കഴിക്കാം. എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? പല്ലൊക്കെ പുളിച്ചിരിക്കേണ്ടി വരും. പ്ലം ജോബ്. പ്ലം കഴിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്.
പ്ലം ജോബ്, ഈസി ജോബ്. പ്ലം ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കുക. നിങ്ങളിപ്പോൾ ഒരു ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്ലം ജോബാണ് അല്ലേ? ഇരുന്ന് എപ്പോൾ തിന്നെന്ന് കേട്ടാൽ മതി. എന്നാൽ റേഷനരിയും ചമ്മന്തി ആണെങ്കിൽ എന്ത് ചെയ്യുന്നോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും കുട്ടികളെ. അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പം ഡിഫിക്കൽട്ട് ജോബ് ആയിരിക്കും കേട്ടോ. എന്നാൽ പ്ലം ജോബ്, ഈസി. ഈ ഡിഫിക്കൽട്ട് ജോബിന് ഒരു ഇടിയം പറയും. നമ്മൾ ഇതിനകത്തില്ല, നമ്മൾ പിന്നീട് അങ്ങോട്ട് പറയും, ഇടി അത്രയും പറയും, പഠിപ്പിക്കും. ഇത് ചെയ്യുന്നോടെ ഹെർക്കുലിയൻ ടാസ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഹെർക്കുലിയൻ ടാസ്ക് അത് ഡിഫിക്കൽട്ട് ജോബ് എന്നാണ്. ഹെർക്കുലിയൻ ടാസ്ക് നമ്മൾ പറയല്ലേ, കൂട്ടുകാരൊക്കെ പയ്യന്മാർക്കൊക്കെ അറിയാം, ഇത് ആൺകുട്ടികൾക്ക് അറിയാം. അളിയ ഒരു ചെറിയ പരിപാടി ഉണ്ട്, ഒന്ന് വീട് വരെ വാടാ, നമുക്കൊരു 10 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാരെ വിളിക്കും. ഇത് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇന്ന് മന്തി കഴിക്കാൻ പോകുമെന്ന് പറയും. അപ്പോൾ മന്തി എന്ന പ്രതീക്ഷയിൽ ചെന്ന് കയറി കൊടുക്കും. എന്ത് ചെയ്യുന്നോടെ 1000 കട്ട ചുമക്കാനായിരിക്കും. വൈകുന്നേരം നമ്മൾ W പോലെ വളഞ്ഞേക്കും. കണ്ടിട്ടുണ്ടോ? എന്ത് ചെയ്യുന്നോടെ ഡിഫിക്കൽട്ട് ജോബ്. അതിനാണ് ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും. ഇതിനകത്ത് ഈസി ജോബ് പറഞ്ഞുകൊണ്ട് അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കിയാണ്ടേ ഗോ ബനാന. നല്ലൊരു ഇടിയാണ് കേട്ടോ, ഗോ ബനാന. കുട്ടികളെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നോടെ ഇങ്ങനെയൊക്കെ കൂട്ടുകാർക്കിടയിൽ ഒരു കളിയാക്കി എന്ത് ചെയ്യുന്നോടെ നീ ഒരു പഴം കേസാണ് അളിയ എന്ന് പറയാറുണ്ടോ? നമ്മളെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്. എന്ത് ചെയ്യും? വാഴക്കേസാണ് എന്നൊക്കെ പറയാറുണ്ടോ? നിങ്ങളൊരു വാഴ സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് പറയാറുണ്ട്. പെൺകുട്ടികൾക്കിടയിൽ പറയാറുണ്ടോ? പറയാറുണ്ട്. ഓക്കെ, പഴം എന്നും വാഴ എന്നൊക്കെ വിളിക്കും. അത് നല്ല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നോക്കിയോ, അതിനകത്ത് 2 കുട്ടികൾ നിൽക്കുകയാണെന്ന് വെച്ചോണം കേട്ടോ. ദേ അനു മിനു നിൽക്കുകയാണെന്ന് വെച്ചോണ്ട. അനു മീനു നിൽക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഒരുങ്ങി എന്ത് ചെയ്യുന്നു, നല്ല ഗ്ലാമറിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യുന്നോടെ കുറേ ആൾക്കാർ ചുറ്റും നിൽപ്പുണ്ട്, അവരുടെ ഗ്ലാമർ വീക്ഷിച്ച് നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുന്നോടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവരുടെ ഉറ്റ സുഹൃത്ത് ഒരു പയ്യൻ എന്ത് ചെയ്യും, അതുവഴി പോവുകയാണ്. അവൻ എന്ത് ചെയ്യുന്നോടെ എടി വാഴേ എന്ന് വിളിച്ചിട്ട് പോയി, അല്ലെങ്കിൽ എടി പഴമേ എന്ന് വിളിച്ചിട്ട് അങ്ങ് പോയി. കൂടെ നിന്നവരൊക്കെ ഓടിത്തള്ളി. കൂട്ടുകാരി ഒപ്പം നിൽപ്പുണ്ട്, എന്ത് ചെയ്യുന്നു, മീനും ഒപ്പം നിൽപ്പുണ്ട് ഇല്ലേ. അപ്പോൾ നിനക്കത് ഇഷ്ടപ്പെടുമോ? നിന്ന് വായി നോക്കിക്കൊണ്ടുന്ന ആൾക്കാരൊക്കെ പോയി എന്ത് ചെയ്യുന്നു, ഓ അതൊരു പഴം കേസാണെന്ന് പറഞ്ഞപ്പം പോയി. നിനക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല. നീ എന്ത് ചെയ്യും, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കയറ്റി കൊടുക്കും. ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യും, ദേഷ്യം വരും. ഇപ്പോൾ ഗോ ബനാന എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബിക്കം ആംഗ്രി. ഗോ ബനാന ബിക്കം ആംഗ്രി, ദേഷ്യം കാണിക്കുക എന്നിട്ട്. നമ്മൾ ആരെങ്കിലും പഴം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും എന്ന് ഓർക്കുക. ഗോ ബനാന ബിക്കം ആംഗ്രി. നീ വീട്ടിലൊക്കെ ചേട്ടൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ദേഷ്യം കാണിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയണം ചേട്ടൻ ഗോ ബനാനയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. എന്ത് ചെയ്യുന്നോടെ ബിക്കം ആംഗ്രി, ദേഷ്യം കാണിച്ചിരിക്കുക. പക്ഷേ ചേട്ടൻ കറക്റ്റ് മീനിങ് എടുക്കുള്ളൂ. എന്ത് ചെയ്യുന്നോടെ ഇപ്പോൾ പഴമേ എന്ന് പറയും, അടിച്ചു വെച്ച് തരും. എന്ത് ചെയ്യുന്നോടെ ഗോ ബനാന ബിക്കം ആംഗ്രി, ദേഷ്യം കാണിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ആൾക്ക് ഒരു വിശേഷണം കൊടുത്തിട്ടാണ് പയ്യൻ പോയത്. സെക്കൻഡ് ബനാന എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആള് ഗോ ബനാനയുടെ അപ്പുറത്ത് ഒരു സെക്കൻഡ് ബനാന നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവളെ എപ്പോഴും അവളെ കൂടെ തന്നെ നടക്കും, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്ത് കാണിച്ചാലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഉറ്റ സുഹൃത്താണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സെക്കൻഡ് ബനാന എന്ന് പറഞ്ഞത്. സെക്കൻഡ് ബനാന സപ്പോർട്ടിങ് റോള്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. സപ്പോർട്ടിങ് റോള്, സപ്പോർട്ടിങ് റോള് പറഞ്ഞാണ് കുട്ടികളെ. ഹോട്ട് പൊട്ടറ്റോ, പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ. എന്താണ് പിള്ളേരെ? കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, വിവാദമുണ്ടാക്കുന്ന കാര്യം. കൂളസ് കുക്കുംബർ എന്ന് പറഞ്ഞാലാ വെള്ളരിക്ക തണുപ്പിക്കുന്നു. കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാലോ, സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കാലഘട്ടം? യൂത്ത് ലൈഫ്. ഇനി നിങ്ങൾ ഇടിയൊക്കെ ഉപയോഗിച്ച് സംസാരിക്കണം. വീട്ടിലൊക്കെ സംസാരിക്കുമ്പം അമ്മയമ്മേരത്തെ അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്തും എന്തെങ്കിലും നാട്ടുകാരുടെ അടുത്തൊക്കെ ഇടിയൊക്കെ ഉപയോഗിച്ചങ്ങ് സംസാരിക്കണം കേട്ടോ. എന്ത് ചെയ്യുന്നോടെ? സാലഡ് ലൈഫ്, യൂത്ത് ലൈഫ്. എ പീച്ച് എന്ന് പറഞ്ഞാലോ, എ പീച്ച് വെരി ബ്യൂട്ടിഫുൾ. പ്ലം ജോബ്, പ്ലം എങ്ങനെ കഴിക്കാം? വളരെ ഈസി ആയിട്ട് കഴിക്കാം. വെരി ഈസി ടാസ്ക്. ഗോ ബനാന, പഴമയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ദേഷ്യം വരും. ഗോ ബനാന ബിക്കം ആംഗ്രി. ഇനി സെക്കൻഡ് ബനാന എന്ന് പറഞ്ഞാൽ ഒപ്പം നിൽക്കുന്ന ആളെയാണ് പറഞ്ഞത്, സപ്പോർട്ടിങ് റോൾ. സെക്കൻഡ് ബനാന സപ്പോർട്ടിങ് റോൾ. അടുത്താണ് എ ലെമൺ. എ ലെമൺ കേട്ടിട്ടുണ്ടോ കുട്ടികളെ? എ ലെമൺ എന്ന് പറഞ്ഞ് ഒരു നാരങ്ങ, അങ്ങനെയല്ല എൻ്റെ മീനിങ് കേട്ടോ. നോക്കിയേ, എ ലെമൺ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പറക്കും തെളിക സിനിമ കണ്ടിട്ടുണ്ടോ? ദിലീപിൻ്റെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എന്ത് ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ ആരാണ് കുട്ടികളെ? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. ആരാണ്? ആർക്ക് ഓർമ്മ വരുന്നു? ദിലീപിന് ഓർമ്മ വരുന്നവരുണ്ട്. പിന്നെ അതേപോലെ വേറെ ആര് ഓർമ്മ വരുന്നു കുട്ടികളെ? വേറെ ആര്? ഓക്കെ, ബസന്തി ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറെ ആര്? എലി ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹരിശ്രീ അശോകൻ ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ വേറെ ആരാ? ഓക്കെ, ബസ് ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട്. ബസ് ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ്സാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. ബസ്സില്ലെങ്കിൽ സിനിമ ഉണ്ടാവും? ഇല്ല. മറ്റേ കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ പിള്ളേർ? ഒരു കാടളവ് വരുന്നെന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? എന്ത് ചെയ്യുന്നോടെ? അവിടെ നിന്ന് മാറിയെന്നെങ്കിൽ ബസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയാൻ ഓർമ്മയുണ്ടാവും. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നോടെ? രാത്രി ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്താ അതിനകത്തൊരു വെട്ടോ എന്ന് ചോദിക്കുമ്പം മിന്നാമിനിങ് ഫാമിലി ആയിട്ട് വന്നിരിക്കും എന്ന് പറയണോണ്ടാ. ബസ്സാണ് ഹൈലൈറ്റ്. ബസ്സിന്റെ പ്രത്യേകത പറ കുട്ടികളെ. ബസ്സിന്റെ പ്രത്യേകത കറക്റ്റായിട്ട് ഓടുമോ? അത്
ഇല്ല, ഓടൂല. കാരണം ബ്രേക്ക് ചവിട്ടേണ്ട അടുത്ത് ബ്രേക്ക് ചവിട്ടിയ ബ്രേക്ക് കിട്ടൂല. എന്ത് ചെയ്യുന്നുണ്ട്, ഓടേണ്ട സമയത്ത് ഓടില്ല. എപ്പോഴും അത് കംപ്ലൈൻ്റ് ആണ് ഇല്ലേ? ഒരു പാട്ട വണ്ടി എന്ന് പറയില്ലേ, അത് തന്നെയാണ്. A11 വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. അപ്പോൾ പറക്കുന്നില്ലെങ്കിൽ ബസ് ഓർത്താൽ മതി. A11 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ, വെഹിക്കിള് ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി, കൃത്യമായി വർക്ക് ചെയ്യാത്ത വാഹനങ്ങൾ. വെഹിക്കിള് ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. മറക്കൂലല്ലോ. നിങ്ങൾ KSRTC ബസ്സിലേക്ക് കയറൂല, യാത്ര ചെയ്യുന്നവരല്ലേ, നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് വീട്ടിൽ? എന്ത് പിടിക്കും? സീറ്റ് പിടിക്കും. സീറ്റ് എങ്ങനെ ആരെ കൊന്നായാലും സീറ്റ്. കിളവിയൊക്കെ കണ്ടില്ല, ഇടിച്ച് പണയിൽ കളഞ്ഞിട്ടായിരിക്കും ഓടി സീറ്റ് പിടിക്കുന്നത്. അപ്പോൾ കിളവി പറയാം, ആ പെണ്ണിന് പ്രാന്താണ്, പെണ്ണ് ഓടണം, എന്ത് ചെയ്യുന്നൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടിച്ച് പണയിൽ കളഞ്ഞ ആ കിളവിയൊക്കെ ഇടിച്ച് ദൂരെ എറിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നൂടെ, ഒരു അമ്മുമ്മയോ അപ്പൂപ്പനെയോ ഒക്കെ ഇടിച്ച് എറിഞ്ഞിട്ടായിരിക്കും ബസ്സിൽ കയറാൻ. ബസ് കൊണ്ട് നിർത്തുന്ന സമയത്ത് കയറാനായിട്ടില്ലേ, ആൾക്കാർ വെപ്രാളപ്പെട്ടാണ് കയറുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് സീറ്റ് പിടിച്ചിട്ട് മിണ്ടാതിരിക്കും. കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോഴാണ് കണ്ടക്ടർ വന്ന് നിങ്ങളടുത്ത് പറയും, ഈ ബസ് പോവില്ല, ഇതിലിരിക്കുന്നവരെല്ലാവരും കൂടെ അപ്പുറത്തെ ബസ്സിൽ കയറിക്കൊള്ളാൻ പറയും. കണ്ടിട്ടുണ്ടോ വളരെ എന്ത് ചെയ്യുന്നൂടെ? അപ്പോൾ നമ്മൾ പറയും, നമുക്ക് പിന്നെ സീറ്റ് കിട്ടുമോ? അപ്പോൾ നിന്നവർക്ക് സീറ്റ് കിട്ടും, ഇരുന്നവർക്ക് സീറ്റ് കിട്ടൂല. കണ്ടിട്ടുണ്ടായിരിക്കും, അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കും. A11 വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി, കൃത്യമായി വർക്ക് ചെയ്യാത്ത വാഹനങ്ങൾ. മറക്കൂലല്ലോ. ചേട്ടന് മറ്റൊക്കെ ടൂർ പോകുമ്പോൾ പെട്രോൾ ഇരുന്ന് വണ്ടി ഉരുട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടോ? നിങ്ങളെ പാട്ട വണ്ടി കൊണ്ടുകളാൻ മനുഷ്യെന്ന് പറയില്ലേ? A11 വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. ഓക്കെയാണല്ലോ. അടുത്ത് നോക്കിക്കോണേ, പീസ് ഓഫ് കേക്ക്. അടുത്താണ് പീസ് ഓഫ് കേക്ക് കേട്ടോ. നിങ്ങൾ കേക്ക് മുറിച്ചുകൊണ്ട് വന്നു, നിങ്ങളെ കയ്യിൽ തന്നു ഒരു കഷ്ണം കേക്ക്. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കേക്കാണ് കൊണ്ട് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും കുട്ടികളെ? എന്ത് ചെയ്യും? അത് അപ്പോഴേ അങ്ങ് തിന്നും. എന്ത് ചെയ്യുന്നു? കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, വേഗം തിന്നു കഴിഞ്ഞാൽ ഒരു കഷ്ണം കൂടെ കിട്ടിയാലോ എന്ന് ചിന്തിക്കും ഇല്ലേ? ഒരു കഷ്ണം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, തിന്ന് കഴിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ഈസി ജോബ്, വെരി ഈസി ടാസ്ക്, വെരി ഈസി ജോബ് അല്ലെങ്കിൽ ഈസി ടാസ്ക്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, പീസ് ഓഫ് കേക്ക്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞെന്തോണ്ടേ? ഹോട്ട് പൊട്ടറ്റോ പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. കൂളസ് കുക്കുംബർ എന്ന് പറഞ്ഞാലോ, കാം ഇൻ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ. സാലഡ് ലൈഫ്, യൂത്ത് ലൈഫ്. പീച്ച് എന്ന് പറഞ്ഞാലോ, പീച്ച് പഴം എന്താണ്? ഭംഗിയാണ്, വെരി ബ്യൂട്ടിഫുൾ. പ്ലം ജോബ്, പ്ലം എങ്ങനെ കഴിക്കാം? ഈസി ആയിട്ട് കഴിക്കാം, ഈസി ജോബ്. ഗോ ബനാന എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും? ദേഷ്യം വരും, ബിക്കം ആംഗ്രി. സെക്കൻഡ് ബനാന, ഈ ഗോ ബനാനയുടെ അടുത്തിരിക്കുന്ന ആളാണ് സെക്കൻഡ് ബനാന, സപ്പോർട്ടിങ് റോള്. A11 എന്ന് പറഞ്ഞാൽ പറക്കുന്ന കളിക്കല് ബസ്. എന്താണ് കുട്ടികളെ? വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാലോ, ഈസി ജോബ്, വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് ക്യാരറ്റ് ടോപ്പ്. കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഫോറിനേഴ്സ് ആർ നോൺ ആസ് ക്യാരറ്റ് ടോപ്പ് പീപ്പിൾ. എന്താണ് ക്യാരറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് അവരുടെ മുടിയുടെ കളർ എന്താണ്? ചെമ്പിച്ച മുടിയാണ്. അപ്പം ചെമ്പൻ മുടിയുള്ള ആൾക്കാർ. റെഡ് ഹെയർഡ് പീപ്പിൾ. ക്യാരറ്റ് ടോപ്പ് മീൻസ് റെഡ് ഹെയർഡ് പീപ്പിൾ, ചുമന്ന അല്ലെങ്കിൽ ചെമ്പൻ മുടിയുള്ള ആൾക്കാർ. അപ്പോൾ റെഡ് ഹെയർഡ് പീപ്പിളിനാണ് ക്യാരറ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. ഉറച്ചു പറ, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. ക്ലാസ് കഴിയുമ്പം പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കണം ഇല്ലേ? കൂളസ് കുക്കുംബർ എന്ന് പറഞ്ഞാലോ, വെള്ളരിക്ക് എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. എന്താവസ്ഥയിൽ? എരിവ് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഇല്ലേ? കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പറഞ്ഞേ, കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാലോ, നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പോൾ ലീഡ് ചെയ്യുന്ന എന്താണ്? ഐ ആം ലീഡിങ് സാലഡ് ലൈഫ്. നിങ്ങൾക്കും പറയാം, എന്ത് ചെയ്യുന്നോടെ? വയസ്സായ ആൾക്കാർക്ക് പറയണ്ട കേട്ടോ. എന്ത് ചെയ്യുന്നോടെ? നിങ്ങൾക്കും പറയാം, വി ആർ ലീഡിങ് സാലഡ് ലൈഫ്. സാലഡ് ലൈഫ്, യൂത്ത് ലൈഫ്, യൗവന കാലഘട്ടം. ഓക്കെ. പീച്ച് പഴം കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? വെരി ബ്യൂട്ടിഫുൾ. പീച്ച് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. പ്ലം ജോബ്, പ്ലം എങ്ങനെ കഴിക്കാം? വളരെ വേഗത്തിൽ കഴിക്കാം, ഈസി ജോബ്. പ്ലം ജോബ്, ഈസി ജോബ്. ഗോ ബനാന, പഴമി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ദേഷ്യം തോന്നും ഇല്ലേ? ബിക്കം ആംഗ്രി. ഗോ ബനാന, ബിക്കം ആംഗ്രി. സെക്കൻഡ് ബനാന എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, സപ്പോർട്ടിങ് റോൾ. സെക്കൻഡ് ബനാന, സപ്പോർട്ടിങ് റോൾ. ലെമൺ, പറക്കുന്നില്ലെങ്കിൽ ബസ് ഓർമ്മ വന്നു. എന്തെന്ന് പറയുക? വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. വെഹിക്കിള് ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. അതുപോലെ പീസ് ഓഫ് കേക്ക് ആണെങ്കിൽ ഔട്ടില്ല. പീസ് ഓഫ് കേക്ക്, ഒരു കഷ്ണം കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തിന്ന് തീർക്കാം, ഈസി ജോബ് അല്ലെങ്കിൽ ഈസി ടാസ്ക്, ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇല്ലേ? ക്യാരറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ടില്ല. ക്യാരറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് ഹെയർഡ് പീപ്പിൾ. ക്യാരറ്റ് ടോപ്പ്, റെഡ് ഹെയർഡ് പീപ്പിൾ. മറക്കുമോ? 20 ഇടിയെ നമ്മൾ പഠിച്ചു കേട്ടോ. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? ഒരു കാര്യം മറക്കാൻ പറ്റൂലല്ലോ, മറക്കാതെ പഠിക്കാൻ പറ്റൂല. വളരെ ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കില്ല കേട്ടോ. മനസ്സിലാക്കുക, പറയുന്ന ഈ കഥകളും കാര്യങ്ങളും ഒന്ന് ഓർമ്മയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. നമ്മൾ പറഞ്ഞ ഇഡിയംസ് ഏതൊക്കെയാണ് പറഞ്ഞത്? 20 ഇഡിയം വളരെ പെട്ടെന്ന് പഠിച്ചു തീർത്തു. ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കും, ഒന്ന് പറഞ്ഞു നോക്കണേ. ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞൊന്നുണ്ടേ, കണ്ണിലുണ്ണി. ഫേവറേറ്റ്, ഇംഗ്ലീഷ് പറയണം. ഫേവറേറ്റ് പേഴ്സൺ.
ഓക്കെ. ബാഡ് ആപ്പിൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ, ബാഡ് പീപ്പിൾ. ഓക്കെ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാലോ എങ്ങനെയുള്ള ജീവിതം? യൂത്ത് ലൈഫ്. പീസ് ഓഫ് കേക്ക്, ഒരു കഷ്ണം കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഈസി ആയിരിക്കും, ഈസി ജോബ് ഇല്ലേ? കൂളസ് കുക്കുംബർ, വെള്ളരിക്ക എന്ത് ചെയ്യുന്നു കുട്ടികളെ? തണുപ്പിക്കുന്നു. കാം ഇൻ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ. ലെമൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പറക്കും നൽകിയ ബസ്. വെഹിക്കിൾ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി. ഓക്കെ ആണല്ലോ. ചെറി പിക്കിങ്, മിച്ചറിൽ നിന്ന് കപ്പലിന്റെ പറക്കി തിന്നുന്നു. പറ പിള്ളേരെ. സെലക്ട് ദ ബെസ്റ്റ്. ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാലോ ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഓക്കെ. റെഡസ് ചെറി എന്ന് പറഞ്ഞാലോ കുട്ടികളെ, ചെറിയ കളർ എന്താണെന്ന് പറഞ്ഞു? വളരെ ചുവപ്പാണെന്ന് പറഞ്ഞു അല്ലേ? വെരി റെഡിഷ് കളർ. ഓക്കെ ആണല്ലോ. വെരി റെഡിഷ് കളർ. ഗോ ബനാനി എന്ന് പറഞ്ഞാലോ കുട്ടികളെ, ഗോ ബനാന. പോ പഴമ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും, ബിക്കം ആംഗ്രി. എന്നാൽ സെക്കൻഡ് ബനാനി ആണെങ്കിലോ സെക്കൻഡ് ബനാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു കുട്ടികളെ? സപ്പോർട്ടിംഗ് റോൾ. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? പൊള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ, വാക്കുകൾ. വീട്ടിലൊക്കെ ചിലപ്പോഴൊക്കെ പയ്യന്മാരൊക്കെ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് അറിയാണ്ട് വായിന്ന് എന്തെങ്കിലും അച്ഛൻ വഴക്ക് പറയുമ്പോൾ വന്നു തന്ത അന്ന് എന്നെ തല്ലി പുറത്താക്കും. എന്ത് ചെയ്യുന്നോടെ? ഇറങ്ങിക്കോ എന്ന് പറയും. വീട്ടിൽ പച്ച വെള്ളം കൊടുക്കില്ലെന്ന് പറയും. എന്ത് ചെയ്യുന്നോടെ? വീട്ടിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കും. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഇല്ലേ? വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അമ്മയോട് പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നോടെ? കിളവിന്ന് അങ്ങനെ അറിയാണ്ട് വായിന്ന് വീണു. എന്ത് ചെയ്യുന്ന അമ്മ എന്ത് ചെയ്യുന്നോടെ? കലത്തിന് എറിഞ്ഞിടും. നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ? കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. എന്ത് ചെയ്യും? സംസാരിക്കാറായെന്ന് ചോദിച്ചിട്ട് പറയും കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. ഓക്കെ. ഇനി ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാലോ ഡിഫറൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. ഓക്കെ. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ആണെങ്കിലോ കുട്ടികളെ, ഡിസ്കോഡ് വഴക്ക്, കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ആപ്പിൾ പൈ ഓർഡർ ആണെങ്കിലോ ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി കടയിൽ വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. മനസ്സിലായോ? കിട്ടുമല്ലോ. ഇന്ന് തന്നെ എന്ത് ചെയ്യും? പഠിക്കാതെ. ഓക്കെ. എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ക്ലാസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിൻ്റെ നോട്ട് എഴുതാൻ നിൽക്കാവുള്ളൂ കേട്ടോ. വൊക്കാബുലറി ഞാൻ എന്ത് പഠിപ്പിച്ചു തരുന്നെങ്കിലും ക്ലാസ് എന്നോടൊപ്പം ലൈവായിട്ട് കണ്ടുവരിക, കണ്ട് റെസ്പോണ്ട് ചെയ്ത് പഠിക്കുക. കൂട്ടത്തിൽ എഴുതാൻ നിൽക്കരുത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓർമ്മിച്ച് ആ സാധനങ്ങൾ എഴുതിയെടുക്കുക. ആ ഇഡിയം മാത്രം എഴുതിയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഡിയത്തിൻ്റെ മീനിങ് സ്വന്തമായിട്ട് എഴുതി നോക്കുക. മറന്നുപോയതാണെങ്കിൽ ക്ലാസ് കണ്ട് ഒന്നും കൂടെ പഠിച്ചതിന് ശേഷം എഴുതുക. അല്ലാണ്ട് വൊക്കാബുലറി പഠിക്കാൻ നിൽക്കുകയേ ചെയ്യരുത്, കാണാതെ പഠിക്കരുത്. ഓക്കെ ആണല്ലോ. ബൈ ബൈ. താങ്ക് യു.